ഹലോ, ഞാൻ സുനി സജീവ് രവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാല യോഹന്നാൻ 17 അധ്യായം വായിച്ച യേശുബ്രാൻ പിതാവായ ദൈവത്തിനോട് മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ആകെ ലോകത്ത് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെയും മനുഷ്യരുടെ ഇടയിൽ മധ്യസ്ഥനായിട്ട് ഒരേ ഒരാളോട് 2 തിമോഥെയോസ് 2:5-7 അത് യേശുക്രിസ്തുവാണ്. മധ്യസ്ഥ എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവിലേക്ക് ദൈവം അയച്ച അതേ ആത്മാവിനെ എവർക്കും കൊടുക്കണേ. അങ്ങനെ നമ്മൾ ഒന്നായതുപോലെ എവരും നമ്മളോട് ഒന്നാകേണ്ടതിന് അങ്ങയുടെ മഹത്വം, അങ്ങയുടെ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ തന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ യേശപ്പൻ ആ പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ മാത്രം നമുക്ക് ലോകത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരുള്ളൂ. അല്ലാണ്ട് നമുക്ക് മറ്റേ ലോകപ്രകാരമുള്ള അനുഗ്രഹമുള്ളൂ. അതിനൊക്കെ നിലനിൽപ്പ് എത്ര കാലത്തേക്കൊന്നുമില്ല. ഇത് വാഗ്ദത്തങ്ങളെല്ലാം വന്നെങ്കിൽ കറണ്ട് ഇങ്ങനെ വന്ന പോലെ പരിശുദ്ധാത്മാവിലാണ് അതെല്ലാം വരുള്ളൂ. അപ്പം ഇന്ന് വചനം വായിക്കണത് അത് തന്നെയാട്ടോ. മത്തായി 6:31 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും അപ്പം നന്മയും കാരണം എൻ്റെ ആയുഷ്കാരമൊക്കെ എന്നെ പിന്തുടരും, എല്ലാ കാര്യവും ഇങ്ങനെ കിട്ടുന്നത് അവൻ്റെ രാജ്യം, ആ ദൈവരാജ്യം അതെങ്ങനെ നമുക്ക് സാധിക്കും? ദൈവമക്കളാകുന്ന എല്ലാവർക്കും ദൈവരാജ്യം, ദൈവമക്കളെങ്ങനെ യേശുവിനെ കർത്താവായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറയുന്ന ഏവനും ദൈവമക്കളാകാൻ സാധിക്കും. അപ്പം ദൈവമക്കളാകണത് ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ഒരേ ആത്മാവ് വസിക്കുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ആരിലൊക്കെ വന്ന് അവരൊക്കെ ദൈവമക്കളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളാകുമ്പോൾ ദൈവരാജ്യത്തിൽ സമാധാനം, സന്തോഷം കിട്ടും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൽ ശുഭകരമായി പ്രവർത്തിക്കാൻ, നമ്മളെ അഭ്യസിപ്പിക്കാൻ, നമ്മൾ പോകേണ്ടുന്ന വഴി നമ്മൾ നടത്തുകയും ചെയ്യുന്ന ദൈവമായ കോപം അങ്ങ് തന്നെ ആ ശുഭകരമായിട്ട് നമ്മൾ പിന്നെ എല്ലാ കാര്യവും കാലെടുത്തി ഓട്ടുന്നിട എല്ലാം അനുഗ്രഹമായിരിക്കും. നമ്മുടെ മക്കളുടെ തലമുറ എല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ഹെയർ ട്രീറ്റ്മെൻറ്റിനും ആട്ടോ. എപ്പോഴും ഏപ്രിലൊക്കെ ഭയങ്കര പരിപാടിയല്ലേ. ഇതാണ് ഏപ്രിൽ വിഷു, ഈസ്റ്റർ, റംസാൻ എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര കല്യാണങ്ങളൊക്കെ ഒത്തിരി. ഇത്തവണ ജനുവരിയിലൊന്നും ഇത്രയും കല്യാണം ഇല്ലായിരുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഭയങ്കര ഒത്തിരി കല്യാണം, നല്ല ചൂട്, കറണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഫങ്ഷന് കൃത്യം മുമ്പിൽ ഈ മുടിയൊക്കെ ഒരു മാസമൊക്കെ മുമ്പ് ചെയ്താൽ ആ ഹെയർ സ്റ്റൈലൊക്കെ കറക്റ്റ് ആവുള്ളൂ. അല്ല ഇച്ചിരി ചപ്പിയിരിക്കും, എനിക്കൊക്കെ പ്രത്യേകിച്ചിട്ടോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിവൃത്തിയില്ലെങ്കിൽ 2 ആഴ്ച മുമ്പോ എങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ 1 മന്ത് മുമ്പ് ചെയ്യുക. പിന്നെ എന്നതാ അപ്പോൾ പിന്നെ ഈ മാസം മാത്രമേ ഉള്ളൂ നമുക്ക് ഡിസ്കൗണ്ട്. ഫേഷ്യൽ, പെഡിക്യൂറ് എല്ലാം ചെയ്തു, എല്ലാത്തിനും 25% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കരാട്ടിൻ ബയോടാനിക്സ് ആണ് ചെയ്യണത്. അത് നാനോഫോഴ്സ് പ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റി ഇത് കഴിഞ്ഞിട്ട് ബോട്ടോസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാനോപ്ലാസ്റ്റിയ. അത് കഴിഞ്ഞിട്ടാണ് നാനോഫോഴ്സ് പ്ലാസ്റ്റി. ഏറ്റവും അപ്ഡേഷനാണ്, ഏറ്റവും നല്ല റിസൾട്ടാണ്. ഇതിങ്ങനെ കിടന്നോളും. ഇതിപ്പോൾ എത്ര കാലമായി എൻ്റെ അത് ചെയ്തിട്ട്, ഇപ്പോൾ അടുത്ത 5-8 മാസമായി. ഇപ്പോൾ അടുത്ത് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ കുറേ നാളോടെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിടന്നോളും മുടി നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഫേഷ്യലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേനക്കൊക്കെ സ്കിന്നൊക്കെ ചീത്തയാകാണ്ടിരിക്കും. അപ്പോൾ സ്കിന്നെല്ലാം കറക്റ്റാക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് പറയാനുള്ളത്, എല്ലാം ചെയ്യാൻ വരിക. അപ്പോൾ നമുക്കിനി വീഡിയോസ് കണ്ടാലോ? യേശുവിൻ്റെ കൃപയാൽ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്ക് ഓവറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് വീട്ടില ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും. അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടൽ ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോടാനിക്സ്, അതല്ലേ ഇതിൻ്റെ പേര്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. ബയോടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടെ പറഞ്ഞത്. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്, ഏറ്റവും നല്ല എവർ പറഞ്ഞേക്കണ ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണോ? 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെ ആണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ.
എൻ്റെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോടാനിക്സ് എന്നുള്ള പേര് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ? ബയോടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിൽ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. ഇത് നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇപ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് വന്നിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയത് ഇറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിക്കുന്നത് പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷെ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കിടെ D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയാണെന്ന്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ അറിയണല്ലോ എന്നാ പറഞ്ഞത് എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ടേക്ക് പോലെ. ശരി എന്നാ. ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണേ. പേരൊന്നും പറയണ്ട, അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുക ഇവിടെ മര തിക്കായിട്ട്, എപ്പോഴും തിക്ക് മുടിയാട്ടോ, ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കാനുള്ള അതിനൊക്കെ പറഞ്ഞിട്ട് കാര്യം, മുഖം കാണിക്കാൻ എപ്പോഴും സുന്ദരി കോതയോ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടാൽ ഈ മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലൊരു കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ, അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈല് മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പോൾ അങ്ങനെ ആകാം. ശരി എന്നാ, യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത്. ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക, എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ പറഞ്ഞു കരാട്ടി കഴുകി പൊക്കോളൂല്ലോ, അടിയൊക്കെ വടി പോലെ കിടക്കുന്നത്. യേശുവിൻ്റെ കൃപയാൽ അടിയൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ, അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണം. അതെ, പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാഷാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴുകി പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല, ഇതൊരു കവറിങ്ങാ. ഓരോ വാഷിനും ഇങ്ങനെ കഴുകി പോവും. പക്ഷെ കളർ ചെയ്യണം, മുടിക്ക് ഫ്രസി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോക്കയും കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവറിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കി, യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയത് വേണ്ട, സൂപ്പറായില്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞാൽ കാരണം ആദ്യമായിട്ടാണ് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷെ ചുളുവെന്ന് പറഞ്ഞ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ, എൻ്റെ മുടി ചുരുട്ടി താങ്ങാൻ പറഞ്ഞു. പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആശാത്തി എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോൾ വന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുറ്റി തന്നെ പറഞ്ഞു വന്ന പോലെ ആശാത്തി എനിക്ക് ചുറ്റണമെന്ന് പകുതിയായപ്പോൾ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാ. ഈ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പോൾ ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്ത് എന്നിട്ട് മുടിയൊക്കെ ഫ്രസിയായി പൊട്ടയായി
ഞങ്ങൾ പല പല കരാട്ടും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ നോക്കുക, കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന, കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത്, അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേ എന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഇപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വെക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോൾ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്റെ മുഖം നിങ്ങൾ കണ്ടോണ്ടിരുന്നാ മതി, അല്ലാണ്ട് എന്താ ചെയ്യുന്നത്. അപ്പൊ ശരി, എന്താ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ടോ. ഇപ്പൊ ആ മുടി ആടോ നോക്കിക്കേ, ആ തൊട്ടാലിങ്ങനെ. അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷെ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ. അപ്പൊ ഇതിന് 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ ഇതിന്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പം നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ, തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ. നമ്മളെ എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പൊ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും, അടിപൊളി ഇതായിക്കോളും, സംഭവമായിക്കോളും. അപ്പം ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞേ. വലിയൊരു ബിസിനസ് വുമൻ്റെയാണ് ചെയ്തത്, പക്ഷെ ആരാന്ന് പറയണ്ടെന്ന് പോയി. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ കണ്ടോ, അതീവ മനോഹരമായിട്ട് സൂപ്പർ സംഭവം. ശരി, എന്നാൽ ഹെയർ മേക്ക് ഓവർ വന്നാണ്. നല്ല കേളി ഹെയറാണ്, പക്ഷെ നല്ല ഡ്രൈനെസ് നന്നായിട്ടുണ്ട് അല്ലേ, ബൊട്ടലും ഉണ്ടല്ലേ. ഇതാണ് മുടി. അത് കേളി ഹെയർ. പിന്നെ അവർ നല്ല ഷാമ്പൂ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യണതിൻ്റെ ഉണ്ട്. ഡ്രൈനെസ് ആണെങ്കിലും ഇതേ ഈ പൊട്ടലൊക്കെ മാറ്റി നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ ഈ ഹെയർ. അപ്പോൾ ഈ മുടി കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് ഈ പൊട്ടി പോലെ കുറച്ച് കഴിയുമ്പോൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരും. പിന്നെ ഈ കേളി ഹെയർ ഒന്നാമത് ഒരു ഡ്രൈ ഹെയറിൻ്റെ ഒരു ഇതാണ്, അന്നേരം പൊട്ടൂലോ. മെയിൻ വല്ല D3 ഒക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ D3 കുറയുമ്പോൾ മുടി പൊട്ടും, പിന്നെ വൈറ്റ് ഹെയർ വരും. D3 ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു വെച്ചാൽ മറന്നു പോവാം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ ദൈവമേ, ഞാനും ഇങ്ങനത്തെ. അപ്പോൾ ഈ മുടി ഇപ്പം കരാട്ടിനാകുമ്പോൾ നിങ്ങൾ കരാട്ടിൻ ചെയ്യണമെങ്കിൽ കരാട്ടിന് ഏതാ ചെയ്യണമെന്ന് ഏത് ഷോപ്പിലായാലും ചോദിക്കണം കേട്ടോ. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും തലയിൽ ചെയ്യുന്നത് ബ്രാൻഡഡ് കമ്പനി, തലയെല്ലാം മുഖത്ത് ഫേഷ്യലൊക്കെ നമ്മളെല്ലാം ബ്രാൻഡഡ് കമ്പനി ചെയ്യാവുള്ളൂ. കാരണം അവർക്ക് ആ പറഞ്ഞതിന് ഇതില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാൻഡഡ് കമ്പനി ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ചെയ്യാൻ പോകണം, നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാതാലാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോളിനോട് പറഞ്ഞു എൻ്റെ മുടി എപ്പോഴും പൊട്ടിയേക്കുമെന്ന്. ഞാൻ അങ്ങനെ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചല്ലേ കഴിഞ്ഞ അടുത്ത വീഡിയോ ഒക്കെ കണ്ണട വെച്ചപ്പോൾ എല്ലാം പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം മോക്കടെ D3 കുറവിൻ്റെ എനിക്ക് അതിൽ ഓരോ വൈറ്റ് ഹെയറും ഉണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് D3 ഫോളോ അപ്പ് ചെയ്തു. സിങ്കോവൈറ്റും ബയോട്ടിനും മൾട്ടി വിറ്റാമിനും ഒക്കെ എടുത്തു തുടങ്ങി. ഇങ്ങനെ പറയാനുള്ള പാട്ട് ഞാനും മറന്നു പോകും. അപ്പം നമ്മളത് ഓർക്കുക, നമ്മുടെ ഹെൽത്താണ് വെൽത്ത്. കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ് എല്ലാം നമ്മുടെ ആരോഗ്യമാട്ടോ നമ്മുടെ അസറ്റ്. അപ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഓട്ടത്തിനിടയ്ക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കുടുംബം, മക്കള്, ഞാനുൾപ്പെടെ എല്ലാവരും ഈ ഓട്ടത്തിലല്ല. അവനവനെ ശ്രദ്ധിക്കില്ല, പക്ഷെ അവനവനെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, കൂടെ നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഭൂമിക്ക് ഭാരാകരുത്, കുടുംബത്തിനും ഭാരാകരുത്. അപ്പോൾ അത് ഇങ്ങനെ തൊടുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ കാണിച്ചു നോക്കാൻ എന്ത് സുഖ, അടിപൊളി. അപ്പോൾ മറ്റേ കഴുകുമ്പോൾ കൊച്ചിന് മുടിക്കൊക്കെ തിക്കനസ്സുള്ള നല്ല മുടിയൊക്കെയാണ്.
അങ്ങനെ താരനും ഈ പൊട്ടലും മാത്രമൊക്കെ ഉള്ളൂ. താരൻ പിന്നെ ആഫ്റ്റർ കെയർ ഇതിൻ്റെ ചെല്ലുമ്പോൾ പിന്നെ താരൻ ഉണ്ടാവില്ല. പിന്നെ പൊട്ടൽ D3 ഒക്കെ കറക്റ്റ് ആകുമ്പോൾ വരും. അല്ലെങ്കിൽ കൊച്ചിനെ എപ്പോഴും കഴുകുമ്പോഴൊക്കെ ഡ്രയർ വെച്ച് ഇനി അതൊന്നും വേണ്ട, ചുമ്മാ കഴുകി ഉണങ്ങാൻ വേണമെങ്കിൽ ഒന്ന് കൂളിങ്ങിട്ട് ഡ്രയർ വെച്ചാൽ മതി, ചെറിയ ചൂടിട്ടേ. ഞാൻ ഇങ്ങനെ കഴുകുമ്പോൾ എനിക്ക് നീർക്കെട്ട് കാരണം ഞാൻ പെട്ടെന്ന് ഡ്രയർ വെച്ച് എൻ്റെ കൂളിങ് കൂടെ വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് ഈ മുടിയുടെ കാര്യം ഏറ്റവും വലിയ ഗുണം ഈ ഹെയർ മേക്ക് ഓവർ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് തന്നെ നമുക്കുടെ കോൺഫിഡൻസ് കൂട്ടും, നമ്മുടെ മേക്ക് ഓവറേ മാറും. പിന്നെ കംഫോർട്ടാട്ടോ. മുടി ചീകണ പറഞ്ഞ കാര്യം ഓർമ്മ ഇങ്ങനെയൊക്കെ കിടന്നോളൂ. നമുക്ക് പണ്ട് കാണുമ്പോൾ ഈ ചൈനയിലെയും നിങ്ങൾക്കൊക്കെ മറ്റവരുടെ അവരെയൊക്കെ മുടി കാണുമ്പോൾ കൊതി വന്നാറുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സിൽക്കി ആയിട്ട്. ഞാനിങ്ങനെ എപ്പോഴും കൊതിക്കാറുണ്ടോ യേശപ്പ. പക്ഷെ നമ്മൾ കൊതിക്കണല്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് നമ്മൾ കൊതിക്കുക, ആഗ്രഹിക്കുക എന്നോർത്ത് ആഗ്രഹത്തിൻ്റെ പുറകെ യേശമ്പറ പൊക്കോളും. ദൈവം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ഇങ്ങനെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല. അപ്പോൾ കാലഘട്ടം നമുക്ക് ആ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. ഏത് പണ്ടൊക്കെ ഫിലിം സ്റ്റാർസിൻ്റെ വില മുടിയൊക്കെ ആണെന്ന് പറയാൻ പാടില്ല. അവിടെയൊക്കെ മുടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകുമ്പോഴൊക്കെ നമുക്കിപ്പോൾ അതായത് കണ്ടത് ഇതൊക്കെ പരസ്യത്തിന് വില പോലെ ആയിരുന്നു നോക്കി മുടി കിടക്കുന്നത്. അടിപൊളി സൂപ്പർ. ഒന്ന് ആട്ടിക്കുമ്പോൾ തലേന്ന് കണ്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടോ എന്നാണ് മുഖം കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരിക. കരാട്ടിൻ, ബയോഡാനിക്സ്, ഫോഴ്സ്പ്ലാസ്റ്റിയ ബയോഡാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. ഒരു വർഷത്തോളം കിട്ടും, 8-9 മാസം കിട്ടും ഇതിൻ്റെ റിസൾട്ട്. 40 വർഷം എന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് ആദ്യം ചെയ്തിട്ട് പോയവരെല്ലാം ഇങ്ങനെ 8-9 മാസം കിട്ടിയെന്നാണ് പറഞ്ഞത്. 8-9 മാസം ആകുമ്പോഴത്തേനും നമ്മുടെ തലയിൽ നിന്ന് ഒറിജിനൽ മുടി കിട്ടും, ഇവിടെ വരെയൊക്കെ എത്തും. അതാ പ്രോബ്ലം. നല്ല വളർച്ചയും ഇതൊക്കെ കിട്ടും. ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിനൊക്കെ ചെല്ലുമ്പോൾ അത് നല്ല തിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മുടി ചെയ്തിട്ട് നന്നായിട്ട് മുടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ധൈര്യ സമയത്ത് ഇത് ചെയ്യും.